ഹായ് എവരിവൺ, വെൽക്കം ബാക്ക്. കിയ കാരൻസിൻ്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഫേസ് ലിഫ്റ്റ് ചെയ്തിട്ടുള്ള പുതിയ മോഡലാണ് കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. നമുക്കറിയാം പല ബ്രാൻഡുകളും പല വേരിയൻസിലും ഫേസ് ലിഫ്റ്റ് വരാറുണ്ട്. പക്ഷേ ഈ ഒരു മോഡലിൽ അതിൻ്റെ ഫേസ് ലിഫ്റ്റ് വന്ന ശേഷം അതിൻ്റെ പേര് കൂടി ചെറിയൊരു മാറ്റം വന്നിട്ടുണ്ട്, കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു കാരൻസിൻ്റെ പോപ്പുലാരിറ്റി എന്ന് പറയുന്നത് ഇതിൻ്റെ സ്പേസ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രാക്ടിക്കാലിറ്റി വെഹിക്കിളാണ്. ഇതിൻ്റെ ഒരു സെക്കൻഡ് റോ ആയാലും ശരി, അല്ലെങ്കിൽ തേർഡ് റോയിലും മാക്സിമം സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കാരൻസ് 2022 ഇന്ത്യൻ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നത്. ഇത്രയും കാലം ഏകദേശം 2 ലക്ഷത്തിൽ കൂടുതൽ കാറുകളാണ് ഈ ഒരു വാഹനം ഇന്ത്യയിൽ വിറ്റഴിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ വിശദമായിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പുതിയ കിയ കാരൻസ് ക്ലാവിസിൻ്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ ടെക്നിക്കൽ ഡീറ്റെയിൽസും അതിൻ്റെ പ്രൈസ് തുടങ്ങിയ കാര്യങ്ങളാണ്. ഈ ഒരു പുതിയ വാഹനത്തിൻ്റെ എസ്റ്റിമേറ്റഡ് പ്രൈസ് വരുന്നത് എക്സ്ഷോറൂം പ്രൈസാണ്. 11 ലക്ഷം രൂപ മുതൽ 21 ലക്ഷം രൂപ വരെയാണ്. ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്തായാലും അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ഭാഗത്തായാലും കാര്യമായ മാറ്റമാണ് കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് തന്നെ നമുക്ക് പഴയ വാഹനത്തിൽ 16 ഇഞ്ചായിരുന്നു, ഇത് 17 ഇഞ്ചിലേക്ക് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ സസ്പെൻഷൻ സിസ്റ്റവും സ്റ്റെബിലിറ്റിയിലും കാര്യമായ മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് സിസ്റ്റത്തിലെ ചേഞ്ചസ് നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ഒരു വാഹനത്തിൽ നമുക്ക് പ്രധാനമായി എടുത്തു പറയേണ്ട ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഐസ് ക്യൂബ് ഡിസൈനിലുള്ള LED ഹെഡ് ലാമ്പുകളാണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്ററിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇൻഫോടൈൻമെന്റ് സിസ്റ്റത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 12.3 ഇഞ്ചസിൻ്റെ പനോറമിക് ഡിസ്പ്ലേ ആണ് വാഹനത്തിൽ കൊടുത്തിട്ടുള്ളത്. സീറ്റിൻ്റെ ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ വെന്റിലേറ്റഡ് സീറ്റുകളാണ് ഫ്രണ്ടിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൻ്റെ പനോറമിക് സൺറൂഫും ടോപ്പ് എൻഡിൽ നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ ഓഡിയോ സിസ്റ്റം വരുന്നത് 8 സ്പീക്കർ സിസ്റ്റമാണ്. ബോസിൻ്റെ സ്പീക്കേഴ്സാണ് ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുള്ളത്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട നിരവധി ഫീച്ചേഴ്സുകളാണ് കമ്പനി ഒരു വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സ്റ്റാൻഡേർഡ് സേഫ്റ്റി എക്യുപ്മെൻറ്റ്സുകളായിട്ടുള്ള എയർ ബാഗുകൾ 6 എയർ ബാഗ് ഈ ഒരു വാഹനത്തിലുണ്ട്. അതുപോലെ തന്നെ ABS, EBD, ആൻറ്റി ലോക്ക് ബ്രേക്കിംഗ് സിസ്റ്റം, ഇലക്ട്രോണിക് ബ്രേക്ക് ഡിസ്ട്രിബ്യൂഷൻ തുടങ്ങിയ ബ്രേക്കിന് മാക്സിമം എഫിഷ്യൻസി കിട്ടുന്ന ആ ഒരു അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിലുണ്ട്. ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ, സ്റ്റെബിലിറ്റി മാക്സിമം നമുക്ക് വാഹനത്തിൽ ലഭിക്കുന്നുണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് 17 ഇഞ്ചാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സസ്പെൻഷൻ സിസ്റ്റവും അതിൻ്റെ സ്റ്റിയറിംഗ് മെക്കാനിസവും ആ രീതിയിലാണ് ഈ ഒരു വാഹനത്തിൽ ക്രമീകരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ അഡാസ് ലെവൽ 2 ആണ് ഈ ഒരു വാഹനത്തിലുള്ളത്. അഡ്വാൻസ്ഡ് ഡ്രൈവർ അസിസ്റ്റൻറ്റ് സിസ്റ്റം. നമുക്ക് മാക്സിമം വാഹനത്തിന് അത്രയും സേഫ്റ്റി ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഈ ഒരു വാഹനത്തിൽ കമ്പനി കൊടുത്തിട്ടുണ്ട്. അടുത്തത് പാർക്കിംഗ് അസിസ്റ്റൻസ് ആണ്. 360 ഡിഗ്രി ക്യാമറ ഈ ഒരു വാഹനത്തിലുണ്ട്. അഡാസുള്ള സമയത്ത് ഈ ഒരു ക്യാമറ സെറ്റപ്പ് നിർബന്ധമാണ്. അപ്പോൾ നമുക്ക് പാർക്കിംഗ് ആയാലും ശരി, അതുപോലെയുള്ള സിറ്റുവേഷൻസിൽ മാക്സിമം നമുക്ക് സേഫായിട്ട് വാഹനത്തെ കൊണ്ടു നടക്കാൻ പറ്റും. അപ്പോൾ മാക്സിമം സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വാഹനത്തിൽ ഇൻബിൽഡ് ആയിട്ട് കമ്പനി കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പഴയ കാരൻസിനെ വെച്ച് നോക്കുന്ന സമയത്ത് മാക്സിമം ഫീച്ചേഴ്സ് ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. കൂടാതെ നമുക്ക് ഫ്രണ്ടിലും റിയറിലും പാർക്കിംഗ് സെൻസേഴ്സ് കൂടി സേഫ്റ്റിയുടെ ഭാഗമായിട്ട് ഈ ഒരു വാഹനത്തിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് വരുന്നുണ്ട്. 2 സീറ്റ് വേരിയൻറ്റിലാണ് നമുക്ക് ഈ വാഹനം അവൈലബിൾ ആയിട്ടത്. ഒന്ന് 6 സീറ്ററും അതുപോലെ തന്നെ 7 സീറ്ററും. 6 സീറ്ററാണ് കുറച്ചുകൂടി നമുക്ക് ലക്ഷറി ആയിട്ട് വരുന്നത്. കാരണം നമുക്ക് സെക്കൻഡ് റോയിൽ നിന്ന് തേർഡ് റോയിലേക്ക് പോകാനുള്ള ഒരു പാസേജ് കുറച്ചും കൂടി കംഫർട്ടായിരിക്കും 6 സീറ്ററിൽ. പക്ഷേ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ കൂടുതലുള്ള കസ്റ്റമേഴ്സിനാണെങ്കിൽ തീർച്ചയായിട്ടും 7 സീറ്റാണ് ചൂസ് ചെയ്യാൻ പറ്റുക. നമുക്ക് ഈ ഒരു വാഹനത്തിൻ്റെ പാസഞ്ചർ സീറ്റിൻ്റെ ഫ്രണ്ട് പാസഞ്ചർ സീറ്റിൻ്റെ പുറകിലായിട്ട് പാഴ്സൽ ട്രേ ക്രമീകരിച്ചിട്ടുണ്ട് ടോപ്പ് എൻഡ് വേരിയൻറ്റിൽ. അതുപോലെ തന്നെ ഡ്രൈവർ സീറ്റിൻ്റെ റിയറിലായിട്ട് എയർ പ്യൂരിഫറും ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്ക് മാക്സിമം നല്ല രീതിയിലുള്ള എയർ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ബ്രീത്ത് ചെയ്യാൻ കഴിയും. അത്രയും പ്യൂരിഫൈ ചെയ്തിട്ടുള്ള എയർ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ അറ്റ്മോസ്ഫിയർ ആയിട്ട് നമുക്ക് ലഭിക്കും. അപ്പോൾ ഇത് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഫീച്ചേഴ്സ് ആയിട്ട് നമുക്കിതിൽ കാണാൻ കഴിയും. കൂടാതെ റിയറിൽ AC വെൻറ്റുകൾ ക്രമീകരിച്ചിട്ടുണ്ട്. ഇത്ര ഒരു വലിയ വണ്ടിയാണ്, അപ്പോൾ ഉള്ളിൽ നമുക്ക് അത്യാവശ്യം മാക്സിമം സ്പേസ് വരുന്നുണ്ട്. അപ്പോൾ തേർഡ് റോയിലേക്കും സെക്കൻഡ് റോയിലേക്കും നല്ല രീതിയിലുള്ള കൂളിംഗ് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് AC ആയ രീതിയിലാണ് ഈ ഒരു പുതിയ വാഹനത്തിൽ സജ്ജീകരിച്ചിട്ടുള്ളത്. നമുക്കിതിൻ്റെ ബൂട്ട് സ്പേസ് വരുന്നത് 260 ലിറ്ററാണ്. പാസഞ്ചേഴ്സ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് തേർഡ് റോ സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് മാക്സിമം ഡിക്കി സ്പേസ് നമുക്ക് ക്രമീകരിക്കാം. ഇൻറ്റീരിയർ സ്പേസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാബിൻ ഡിസൈൻ ഡ്യുവൽ ടോൺ നേവി ബ്ലൂ ആൻഡ് ബീച്ച് ഇൻറ്റീരിയർ കളറിലാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അത്യാവശ്യം പഴയ മോഡലിൽ നിന്ന് നോക്കുന്ന സമയത്ത് നല്ല സ്ക്വയർ ടൈപ്പ് ആയിട്ടുള്ളൊരു ഇൻറ്റീരിയറാണ് നമുക്ക് ഈ ഒരു വാഹനത്തിൽ ഡാഷ്ബോർഡിൻ്റെ ഡിസൈനിൽ ക്രമീകരിച്ചിട്ടുള്ളത്. ഇതിൻ്റെ ടെയിൽ ലാമ്പ് ആയാലും ശരി, ഹെഡ് ലാമ്പ് ആയാലും ശരി, ഫ്രണ്ട് വരുന്ന ആ ഒരു ബമ്പറിൻ്റെ പോർഷനൊക്കെ പുതിയ രീതിയിൽ മികച്ച രീതിയിൽ തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. പഴയ ഡാഷ്ബോർഡിനെ അപേക്ഷിച്ച് മികച്ച ഒരു മാറ്റമാണ് ഈ ഒരു പുതിയ ഡാഷ്ബോർഡിൽ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുള്ളത്. സീറ്റിൻ്റെ അപ്പോൾസ്ട്രിയിൽ കാര്യമായ മാറ്റം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിലും ആ ഒരു ഡിസൈൻ പാറ്റേൺ നമുക്ക് മാറ്റമായിട്ട് കാണാൻ കഴിയും പഴയ മോഡലിൽ വെച്ച് നോക്കുന്ന സമയത്ത്.
ഡാഷ് ക്യാം ഈ വാഹനത്തിൽ വന്നിട്ടുണ്ട്. സേഫ്റ്റിയുമായി ബന്ധപ്പെട്ട് ഡാഷ് ക്യാമിൻ്റെ പ്രാധാന്യം വളരെ പ്രധാനമാണ്. അത് ഈ വാഹനത്തിൽ ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ വയർലെസ് ചാർജിങ് തുടങ്ങിയ ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു വാഹനത്തിൽ ലോഡഡ് ആണ്. 3 എഞ്ചിൻ വേരിയന്റിലാണ് നമുക്ക് ഈ ഒരു പുതിയ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. ഒന്ന് 1.5 ലിറ്ററിൻ്റെ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ്. 115 PS പവറും 144 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെക്കൻഡ് വേരിയൻറ്റ് വരുന്നത് 1.5 ലിറ്ററിൻ്റെ ടെർബോ ചാർജ് പെട്രോൾ എഞ്ചിനാണ്. 160 PS പവറും അതുപോലെ തന്നെ 253 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അടുത്ത ഡീസൽ വേരിയൻ്റ് ആണ്. 1.5 ലിറ്ററിൻ്റെ ഡീസൽ എഞ്ചിനാണ് വരുന്നത്. 116 PS പവറും 250 ന്യൂട്ടൺ മീറ്റർ ടോർക്കുമാണ് ഈ ഒരു വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നമുക്കിതിൻ്റെ മൈലേജ് അപ്രോക്സിമേറ്റ് നോക്കിക്കഴിഞ്ഞാൽ പെട്രോൾ എഞ്ചിനായിട്ടുള്ള നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ വരുന്നത് 15.34 ആണ്. അത് തന്നെ ടർബോ നോക്കിക്കഴിഞ്ഞാൽ പെട്രോളിലെ ടർബോ നോക്കിക്കഴിഞ്ഞാൽ 15.95 വരുന്നുണ്ട്. അതിൽ നമുക്ക് 7 സ്പീഡ് DCT വരുന്നുണ്ട്. അത് 16.66 ആണ് കമ്പനി പറയുന്നത്. ഇനി നമുക്ക് ഡീസൽ വേരിയന്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ മാനുവലിൽ 19.54 ഓട്ടോമാറ്റിക്കലി ടോർക്ക് കൺവെർട്ടറാണ് വരുന്നത്. അതിൽ 17.50 മൈലേജ് ആയിട്ട് കമ്പനി പറയുന്നത്. നമുക്ക് ഫ്യൂൽ ടാങ്കിൻ്റെ കപ്പാസിറ്റി 45 ലിറ്ററാണ്. ഡ്രൈവ് മോഡ്സുകൾ നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ എക്കോ, നോർമൽ, സ്പോർട്സ് തുടങ്ങിയ 3 മോഡുകൾ നമുക്ക് അവൈലബിൾ ആണ്. പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നുണ്ട്. DCT വേരിയൻറ്റിലാണ് നമുക്ക് ഈ ഒരു പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നത്. ട്രാൻസ്മിഷൻ നമുക്ക് മാനുവൽ ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. IMT ക്ലച്ച്ലെസ് മാനുവലാണ് അതിൽ വരുന്നത്. അതുപോലെ തന്നെ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ DCTയും വരുന്നുണ്ട്. അതുപോലെ തന്നെ TC ടോർക്ക് കൺവെർട്ടറും നമുക്ക് ഓട്ടോമാറ്റിക് വേരിയൻറ്റിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എഞ്ചിനുമായി ബന്ധപ്പെട്ട ടെക്നിക്കൽ ഫീച്ചേഴ്സിൽ വരുന്ന പ്രധാനപ്പെട്ട ഘടകം. നമുക്ക് 3 വേരിയൻറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ കസ്റ്റമേഴ്സിന് ചോയ്സ് അനുസരിച്ച് നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ, ഒരു എൻജിൻ സ്പെക്കാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത്. വലിയ പവർഫുൾ ആയിട്ടുള്ള അത്രയും വലിയ എഞ്ചിനൊന്നുമല്ല, പക്ഷേ ഡീസൻ്റ് ആയിട്ടുള്ള പവർ ഡെലിവറി തരുന്ന എഞ്ചിനാണ് ഈ ഒരു വാഹനത്തിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ട്രാൻസ്മിഷൻ്റെ ഭാഗമായാലും ശരി, സസ്പെൻഷനിലും കാര്യമായ മാറ്റങ്ങളുണ്ട്. അപ്പോൾ വാഹനത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഫീച്ചേഴ്സ്, ടെക്നിക്കൽ കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് തരുന്നൊരു വാഹനം തന്നെയാണ് പുതിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. അപ്പോൾ പുതിയ കിയ കാരൻസ് ക്ലാവിസിൽ കമ്പനി കാര്യമായ മാറ്റമാണ് കൊണ്ടുവന്നിട്ടുള്ളത്. 6 സീറ്റർ അവൈലബിൾ ആണ്, 7 സീറ്റർ ഉണ്ട്. ഈ ഒരു വാഹനത്തിൻ്റെ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ മാക്സിമം നമുക്ക് നല്ലൊരു സ്പേസ് ഈ ഒരു വാഹനത്തിൻ്റെ ഇൻറ്റീരിയർ ഭാഗത്ത് അവൈലബിൾ ആണ്. സെക്കൻഡ് റോയിൽ, തേർഡ് റോ ആയാലും ശരി. അതുപോലെ തന്നെ 3 എഞ്ചിൻ ഓപ്ഷനിൽ നമുക്ക് അവൈലബിൾ ആണ്. പെട്രോൾ ടർബോ ഉണ്ട്, ഡീസൽ ഉണ്ട്. അതിൽ നമുക്ക് IMT, DCT ഓട്ടോമാറ്റിക് ടോർക്ക് കൺവെർട്ടറാണ് വരുന്നത്. അങ്ങനെ നിരവധി ഫീച്ചേഴ്സുകൾ, എൻജിൻ ഓപ്ഷനുകൾ നമുക്ക് ഈ ഒരു വാഹനത്തിൽ അവൈലബിൾ ആണ്. അപ്പോൾ ഒരു 6 സീറ്റർ അല്ലെങ്കിൽ 7 സീറ്റർ വാങ്ങുന്ന കസ്റ്റമർക്ക് പരിഗണിക്കാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് ഈ ഒരു പുതിയ കിയ കാരൻസ് ക്ലാവിസ് എന്ന് പറയുന്നത്. ഈ പുതിയ കിയ കാരൻസ് ക്ലാവിസിനെ കുറിച്ചുള്ള അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. അടുത്ത പുതിയൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ.